ചേട്ടാ, CPM-നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിജയരാഘവൻ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിജയനെ കൊണ്ട് നടക്കാത്തത് കൊണ്ടാണോ വിജയരാഘവനെ PB-യിൽ നിന്നും വീണ്ടും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്? അതായത് രാവിലെ നമുക്ക് ചില കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഒരു പ്രീവിയസ് ഹിസ്റ്ററി എല്ലാവരും പരിശോധിച്ച് നോക്കും. അയാൾ നമ്മുടെ മുറിയിലേക്ക് വന്ന സമയത്താണ് പെട്ടെന്ന് പോയ കറണ്ട് തിരിച്ചു കിട്ടിയത്, അല്ലെങ്കിൽ ഒരു വിളക്കം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു നിറവുണ്ടായി എന്നൊക്കെ ഒരു തോന്നൽ വരും. അപ്പോൾ ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഭയങ്കര ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഒരു നിരീശ്വരവാദികൾ അങ്ങനെയൊക്കെ പറയണമെങ്കിലും അതാണ് നിമിത്തം എന്ന് പറയുന്നത്. നിമിത്തത്തിൽ എന്തൊക്കെ അവർ വേണമെങ്കിൽ രാഹുകാലത്ത് വേണമെങ്കിൽ അവരിവിടെ കല്യാണം നടത്തും. ഇവിടെ വിജയരാഘവൻ ഈ വീടിൻ്റെ CPM-ൻ്റെ ഐശ്വര്യം, വിജയരാഘവൻ CPM-ൻ്റെ ഐശ്വര്യം എന്നാണ് ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ വിജയരാഘവൻ CPM-ൻ്റെ ഐശ്വര്യമാകുന്നത് എങ്ങനെയെന്നറിയാമോ? ഈ കഴിഞ്ഞ മുമ്പത്തെ തദ്ദേശ ഇലക്ഷനിൽ വിജയരാഘവനാണ് നയിച്ചത്. ഇങ്ങനെ തള്ളിക്കൊണ്ടുപോയത്, നിയമസഭയിൽ തള്ളിക്കൊണ്ടുപോയത് വിജയരാഘവനാണ്. അപ്പോൾ വിജയരാഘവനെ കുറിച്ച് രാഹുലിന് എനിക്കും എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഈ ഭൂമിക്ക് സൂര്യന് താഴെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മൈക്കോറ്റ് എന്ന് കഴിഞ്ഞാൽ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ ഈ മാലോരോ അതിശയിക്കും, ദൈവം ഇയാൾക്ക് തലയ്ക്ക് വെളിവില്ലേ, ഇയാൾ എന്താ ഈ പറയണത് എന്ന് നമ്മൾ അതിശയിക്കുന്നില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ CPM അവരുടെ പഴയ നേതാക്കന്മാരെ തിരിച്ചു കൊണ്ടുവരുന്നൊരു സാഹചര്യം, അതായത് പ്രായാധിക്യം കൊണ്ട് സംഘടനാ ചുമതലയിൽ നിന്നൊക്കെ പുറത്തേക്ക് പോയ ആളുകൾ, അപ്പോൾ അവരെ എല്ലാം പാർട്ടി വീണ്ടും തിരികെ കൊണ്ടുവരികയാണ്. ചിലരോടൊക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ട് മണ്ഡലം നോക്കി നിന്നോളാൻ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് CPM-ന് പറ്റിയത്? ഇവരുടെ ആശയങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് CPM-ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ? ഈ തിരിച്ചറിവെന്ന് പറയുന്നത് വൈകിയേ ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകിച്ച് കൂടുതലുള്ളൊരു പാർട്ടി CPM-ആണ്. ഒരു വേള ഈ പറയുന്ന രീതിയിൽ താനും തൻ്റെ കുടുംബവും താനും തനിക്കൊപ്പം നിൽക്കുന്നവരും എന്ന് ചിന്തിച്ചിരുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രി. അപ്പോൾ ഏത് പാർട്ടി സമ്മേളനം എന്നൊക്കെ പെട്ടെന്ന് ഓർത്ത് പറയാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇതിന് എറണാകുളത്താണ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നടന്നത്. അതിനു മുമ്പ് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന 1-2 പേരെ അദ്ദേഹം മനസ്സിൽ കണ്ടു. അതിൽ ഈ പറയുന്ന, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അതിൽ ക്ലീഷ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാത്തത്. രാഹുൽ ചോദിച്ചതിൻ്റെ ഉത്തരത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കുറേ പേരെ ഇപ്പം ഈ മുന്നിൽ കാണുന്ന തടസ്സങ്ങളെ, ഇപ്പം നരസിംഹം പോലുള്ള സിനിമയിൽ മോഹൻലാലിന് ഷാജി കൈലാസ് രഞ്ജിത്ത് എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് പോലെ ഇദ്ദേഹം പറയുന്ന മുന്നിൽ കാണുന്ന തടസ്സങ്ങൾ അന്ന് ആരൊക്കെയായിരുന്നോ തൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത് അവരെയൊക്കെ വെട്ടിമാറ്റി പോവുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ടയായിരുന്നു. ആ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി അന്ന് വെട്ടിമാറ്റി. അതാണ് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ചാണക്യനെന്ന് പിണറായി വിജയൻ ഇവിടുത്തെ സ്തുതിപാഠകർ പറയുന്നത്. അപ്പോൾ അന്ന് അവരെ വേണ്ട. അപ്പോൾ ഇദ്ദേഹം കരുതി എന്തെന്നറിയോ, ഇതോടെ ഇവരൊക്കെ പണി മതിയാക്കി പെട്ടിയൊക്കെ മടക്കി ഇവർ പോകുമെന്ന് വിചാരിച്ച്. അപ്പം ഇദ്ദേഹത്തെക്കാളും വലിയ ബുദ്ധി അവർക്കുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു, ഈ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഇത് കറങ്ങി വീണ്ടും തങ്ങളിലേക്ക് വരുമെന്ന് അവർക്ക് അറിയായിരുന്നു. അപ്പോൾ ആരാ ജയിച്ചിരിക്കണേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൗടില്യൻ്റെ ബുദ്ധി എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ ചാണക്യ ബുദ്ധിയാണോ, മാറി നിന്നവരുടെ ബുദ്ധിയാണോ? ബുദ്ധിയെ നമ്മൾ മാറ്റി നിർത്തിയാലും ഈ സമൂഹത്തിന് ചിലരെയൊക്കെ വേണം, അല്ലേ? അല്ല, വേണമെന്നതിനപ്പുറത്തേക്ക് CPM-ന്റെ പല നിലപാടുകൾ, അതായത് നമ്മൾ ആശയപരമായിട്ട് CPM പറയുന്ന നിലപാടുകളാണെങ്കിൽ പോലും നമുക്ക് ആശയപരമായിട്ട് നമുക്ക് എല്ലാം യോജിക്കാനൊന്നും പറ്റില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രാക്ടർ തൊട്ട് കമ്പ്യൂട്ടർ തൊട്ട് ഇങ്ങോട്ട് വരുന്ന ഓരോ വിഷയങ്ങൾക്കും CPM എടുത്തുള്ള നിലപാടുകൾ എങ്ങനെയാണോ പിന്നീട് എങ്ങനെ യൂട്ടേൺ അടിച്ചു, ഇതെല്ലാം നമ്മൾ ഉൾട്ടടിച്ചു. ഇപ്പോൾ അവസാനം വന്നിട്ട് PM ശ്രീ പദ്ധതി വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങോട്ട് പോയി ഗാലറി നമുക്ക് എതിരാണ് എന്ന് കണ്ടപ്പോൾ വീണ്ടും തിരിച്ചു. അതെ, ഇതാണ് CPM-ന്റെ ഏറ്റവും വലിയ വിഷയം. അതാണ് അടവ് നയം. ഗാലറി നമുക്ക് എതിരാണോ അപ്പോഴേ തിരിക്കുക. നിലപാടുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. അപ്പോൾ മറ്റേത് പാർട്ടിക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് ഇട്ട ആളുകളൊക്കെ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അതായത് CPM-നല്ലാതെ മറ്റൊരു പാർട്ടിക്ക് കഴിയില്ല. 2 ടേമിന് മുകളിൽ ആരും മന്ത്രിയാകില്ല, ആരും നിയമസഭയിൽ ഉണ്ടാകില്ല. യുവാക്കളെ കൂടുതൽ പരിഗണിക്കുന്നു. അതിനപ്പുറത്തേക്ക് പ്രായമായവരൊന്നും ഇനി പാർട്ടിയിൽ ഉണ്ടാകില്ല, വയസ്സായവരൊന്നും ഈ പാർട്ടിയിലില്ല. യുവാക്കൾ നയിക്കുന്ന യുവതയുടെ പാർട്ടി, പുതിയ പാർട്ടി CPM എന്നൊക്കെ വാതോരാതെ എഴുതിയിട്ട ആളുകളുണ്ട്. ഈ പാർട്ടിക്കല്ലാതെ മറ്റൊരു പാർട്ടിക്ക് ഇതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്ന പാർട്ടിയൊക്കെ വീണ്ടും നിലപാട് മാറ്റി കുഴപ്പമില്ല 2-3 തവണയൊക്കെ മത്സരിച്ചു, ഇനി കിട്ടിയില്ലെങ്കിലോ ആ രീതിയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ യുവാക്കൾ മാത്രമല്ല വയസ്സായവർക്കും മത്സരിക്കണ്ടേ, അവർക്കും കഴിവുണ്ട്, അവരുടെ കഴിവും മനസ്സിലാക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് നിലപാടുകൾ മാറ്റുന്നത് CPM വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും യൂട്ടേൺ അടിച്ചു. ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം, വിജയസാധ്യതയുണ്ടോ, നിങ്ങൾക്ക് മത്സരിക്കാം, പഴയ നേതാക്കന്മാരാണോ, കടന്നു വരൂ എന്ന് പറഞ്ഞ് CPM വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CPM-ന്റെ എല്ലാ കളികളും പൊളിയുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പൊളിയണമല്ലോ, പൊളിയുമല്ലോ.
കാര്യം നമ്മൾ ആദ്യം സംസാരിച്ച വിഷയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇവർ ട്രാപ്പിഡാണ്. ഇത് നമ്മൾ കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭൂരിപക്ഷ സമുദായത്തിനെ ഈ പറയുന്ന BJPക്കാർ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. ഇപ്പോൾ തിരുനാവായിൽ കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനം നടന്നത് കണ്ടല്ലോ, ഹിന്ദുക്കളുടെ ഒരു സമ്മേളനം. രാഹുൽ, നമ്മൾ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഹിന്ദു സമുദായത്തിനെ ഭിന്നിപ്പിക്കാനായിട്ട് ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ കളിക്കുമ്പോൾ BJPയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണത് അല്ലേ? അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് അവരങ്ങനെ എടുത്ത് വരുമ്പോൾ അവർ ആദ്യം ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള രാഷ്ട്രീയ ചാണക്യനെ അവർ പാട്ടിലാക്കി വെച്ചിരിക്കുക. അവർ അദ്ദേഹത്തിൻ്റെ മകളെ രക്ഷിക്കാം, മകനെ രക്ഷിക്കാം, ഈ കാണുന്ന കേസുകളൊക്കെ രക്ഷിക്കാം. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നതിനൊപ്പം തുള്ളി നിന്നോ. ഇത്തവണ കൂടെ ഇവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഏതാണ്ട് തീരുമല്ലോ. കാര്യം ഇവർക്ക് അന്ധമായ ഒരു കോൺഗ്രസ് വിരോധം മാത്രമേ ഉള്ളൂ. എന്തിനാണ് ഇത്ര കോൺഗ്രസ് വിരോധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. രാഹുൽ ചോദിച്ച വിഷയത്തിലേക്ക് തന്നെ വരാം. അതായത് CPM എന്ന് പറയുന്ന പാർട്ടി EMSന്റെ കാലം മുതൽ ഇവരങ്ങനെയാണ്. EMS ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും. അത് അങ്ങനെയല്ല. അത് ബുദ്ധിരാക്ഷസനായിരുന്നല്ലോ, ബ്രാഹ്മണനും കൂടെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതി, സ്വേച്ഛാധിപതി സ്റ്റാലിന് തൻ്റെ മുന്നിൽ ആരും ഈ കാണുന്നവരൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെയൊക്കെ വെട്ടിമാറ്റിയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ വീടിൻ്റെ ഐശ്വര്യമായ വിജയരാഘവനെ പോലുള്ളവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ചാടുകയും ചെയ്യും, ഒന്ന് തലകുത്തി മറിയുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ആ കുഞ്ഞിരാമന്മാരെയാണ് അദ്ദേഹത്തിന് ആവശ്യം. പക്ഷേ കാലത്തിന് ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ എന്നും ഇങ്ങനെ മാറ്റി നിർത്തിയാൽ അവരെ ഒന്നും അങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല. അതിന് ഇന്നലെ ഇവിടെ സംസാരിക്കാൻ വന്ന RSSന്റെ അല്ലെങ്കിൽ പോട്ടെ പിന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന പോലെ ഇതൊരു വിദേശ പാർട്ടിയാണ്, വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ്. അവിടെ നമ്മൾ കണ്ടത് എന്താണ്? ലെനിൻ മരിച്ചത് എന്തെന്നാണ് പോലും എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഈ നിഗൂഢതകൾ ഇവരുടെ കൈവശമുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ്? സുരേഷ് കുറുപ്പിനെ കോട്ടയത്ത് വേണമെങ്കിൽ അവതരിപ്പിക്കും. പക്ഷെ അതിനോട് എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ചെറിയൊരു ഒരു പ്രത്യശാസ്ത്രപരമായിട്ടാണോ അല്ലാതെ അടുപ്പം കൂടുതൽ? ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിലൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് ലോകത്തെവിടെയും ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ? അത് എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ്. അതാണ് ഈ വ്യത്യസ്തം, ഈ മാറ്റി നിർത്തിയവരും വിളിക്കേണ്ടി വരുന്ന വ്യത്യസ്തം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ആശയങ്ങളും ഒന്നും എടുത്തിട്ടില്ല, വേണ്ടുന്നത് മാത്രം എടുത്തിട്ട് ഇവിടുത്തെ അനുയോജ്യമായിട്ടുള്ള നിലപാടുകളും മതനിരപേക്ഷതയും അതിനനുസരിച്ച് കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ ആ രീതിയിൽ റേഞ്ചിലേക്ക് വരുന്നത്. അധികാരം നമ്മളിൽ എൻ്റെ കാര്യം പറയുന്നത് ദുരൂഹതയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദുരൂഹതയാണ്. ഇവിടെ അഴിക്കോടൻ രാഘവൻ മരിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയില്ല. പിന്നെ ഒന്നുകൂടെ നമുക്ക് പറയാം, ഈ മഹാരാജ് കോളേജിൽ അഭിമന്യു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ കുത്തുകൊണ്ട് മരിച്ചിട്ടേ ഇന്ന് വരെ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാം പ്രതി നമ്മൾ വിഷയം വ്യതിചലിച്ച് പോകണ്ട. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ മാറ്റി നിർത്തിയവരെ ഇപ്പൊ രാഹുൽ പറഞ്ഞു വെച്ച പോലെ തന്നെ ചില കാര്യങ്ങളിൽ അവർക്ക്, അതായത് ഒരിക്കൽ ഇദ്ദേഹം മാറ്റി നിർത്തിയവരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പരാജയപ്പെടുകയല്ലേ? പിണറായി വിജയൻ പരാജയപ്പെടുകയല്ലേ? അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് ഒന്നുകൂടെ പറയേണ്ടി വരും. കാര്യം എൻ്റെ ഗസ് അടിക്കലല്ല, ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളുമായിട്ട് ഡിസ്കസ് ചെയ്തതിൽ അറിയാൻ കഴിയുന്നത് ഈ K രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു MP ഇരിങ്ങാലക്കുട ആലത്തൂരിൽ നിന്ന് പോയിരിക്കുന്ന MP ഉണ്ട്. അദ്ദേഹം ഒരു ജാതി മതവും പറയുന്നതല്ല, അദ്ദേഹം ഒരു ഇമേജുള്ള ഒരു നേതാവാണ്. ഇപ്പം വിജയരാഘവനേക്കാളും എന്തുകൊണ്ടും ഇവർക്ക് ചിന്തിക്കാൻ പറ്റിക്കൂടെ പിന്നെ ഈ പറയുന്ന നമ്മുടെ രാധാകൃഷ്ണനെ? അപ്പോൾ വിജയരാഘവൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള അവരുടെ വീടിൻ്റെ ഐശ്വര്യം അത് ചാടിക്കളിക്കാൻ പറഞ്ഞാൽ ചാടിക്കളിക്കും. അത് ഒരു അജണ്ട കൂടെ ഉണ്ടായിരുന്നു. കർമ്മ ഈസ് ബൂമറിങ്ങുന്നുണ്ട്. ഇപ്പം പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയൻ എല്ലാവരെയും വെട്ടി നിർത്തിയാണോ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞ് ഒരു രണ്ടാമതൊരിക്കൽ കൂടി പ്രതീതി ഉണ്ടാക്കിയതിനു ശേഷം അവിടെ മുഖ്യമന്ത്രി കസാരയിലേക്ക് വന്നിരുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. ആദ്യത്തെ മുഖ്യമന്ത്രി കസാര എന്ന് പറയുന്നത് നമ്മളെല്ലാം ഉദ്ദേശിക്കുന്ന പോലെ VS അച്യുതാനന്ദന് വേണ്ടിയിട്ടാണ് ആ കളം ഒരുക്കിയത്. പക്ഷേ കൃത്യമായിട്ട് പിണറായി, അതായത് രാവിലെ ഇങ്ങനെയാണ് 2006 മുതൽ 2011 വരെ VS ഭരിച്ചു. VS ഭരിച്ചിട്ട് ഒരിക്കൽ കൂടെ VSന് കിട്ടുമായിരുന്നു. ജയിക്കാൻ ഷോർ ഉണ്ടായിരുന്ന സീറ്റ് ഇവർ തന്നെയാണ് കളിച്ച് പൊട്ടിച്ചത്. എന്നിട്ടാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ വന്ന 2 സീറ്റിന്. അവിടെ ആലോചിച്ച് നോക്കുക, പിണറായി രാഹുൽ പറഞ്ഞതുപോലെ ഇദ്ദേഹം കളിച്ച കളികൾ ഈ ബൂമറങ്ങായിട്ട് അദ്ദേഹത്തിന് വരും, അത് ഉറപ്പാണ്. തീർച്ചയായിട്ടും. കാര്യം ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ഈ ഗവൺമെന്റ് ഉണ്ടാകുന്ന മുമ്പ് രാഹുൽ പറഞ്ഞ ആ പോയിന്റിലേക്ക് വരാനാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഈ മന്ത്രിമാരെ സെലക്ട് ചെയ്തു. അന്ന് വിജയരാഘവൻ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ തമാശയ്ക്ക് മരുമകനാക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ മരുമകനെ പറയാം, നിങ്ങൾ എൻ്റെ ക്വാളിഫിക്കേഷൻ കൂടിയ ഭാര്യയെക്കുറിച്ച് പറയണം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ബിന്ദു വിജയരാഘവൻ്റെ സഹധർമ്മിണി മന്ത്രിയാകുന്നത്. അപ്പോൾ അങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് കാര്യങ്ങൾ പോയി. വേണ്ട കഴിവുള്ളവരെ വെട്ടി നിരത്തി. ഇനി ഭരണം തിരിച്ചു കിട്ടണമെങ്കിൽ ഇവരെ കൊണ്ടുവരണം. ഇവരെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഒന്നുകൂടെ സുഖിക്കണം.
പക്ഷെ അത് നടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാത്തിരുന്ന് കാണാം.